അവിടെ 2 കുഞ്ഞുങ്ങളുണ്ടേ. ചേട്ടാ അപ്പോൾ എന്താ പരിപാടി? ഇനി ചെത്താൻ പോവാണ്. ഇതൊക്കെയാണ് പാത്രം അല്ലേ കാണിച്ചത്? ഇതിനകത്ത് എത്ര ലിറ്റർ കള്ള് കൊള്ളും? 5. ആ ഉണ്ടല്ലോ കള്ള് 5 ലിറ്റർ. നമുക്കിടയ്ക്കൊന്നും തരുമോ? ഇല്ലല്ലേ. ഹായ്. നമ്മൾ പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്ന് കറങ്ങണമെന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും വരാറുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ശരിക്കും പാടങ്ങളും പറമ്പുകളും ഒക്കെ ആയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടെ വലിയ വലിയ ആറുകളുണ്ട്. ഈ ആറുകളിൽ ആമ്പൽ, ചെറിയ ചെറിയ പാലങ്ങൾ, നല്ല രസമാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. ചേന്തുരുത്ത് ഇവിടെ വഴികളുണ്ടോ? വഴി അങ്ങോട്ട് ഇല്ല. അത് കട്ട ഇറക്കി പൊക്കിയൊക്കെ വെച്ചിരിക്കണം. അവിടം വരെ ഉള്ളു ടാറിങ്. പിന്നെ വഴിയില്ല ഞങ്ങൾക്ക്. അത് ശരി. അപ്പൊ ഇവിടുന്ന് ഇതിന്റെ അപ്പുറം ഏത് ഭാഗമാണ്? അതിന്റെ അപ്പുറം കല്ലറ പഞ്ചായത്ത് പടിഞ്ഞാറ് അറ്റാണത്. കല്ലറ പഞ്ചായത്ത്. കൃഷിയൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ട്, കൃഷിയുണ്ട്. ഇതുകൊണ്ട് കൃഷി. ഈ തോടിനക്കരെ ഇതിങ്ങനെ ഇത് തന്നെ ഇങ്ങനെ വളഞ്ഞു കിടക്കുവാണ്. ഇത് ഇങ്ങോട്ട് പറഞ്ഞ റബ്ബർ തോട്ടം കണ്ടോ? റബ്ബർ തോട്ടത്തിന്റെ അപ്പുറം ഒരു കടത്തൊക്കെ ഉണ്ട്. ഇവിടെ റബ്ബറൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവും, കുഴപ്പമില്ല. നല്ല രീതിയിൽ നമ്മുടെ കരപ്രദേശത്തുള്ള നിക്കൊക്കെ ഉള്ള പോലെ പാലിനങ്ങനെ എന്നാ അതിനെന്താ പറഞ്ഞ നല്ല ഇതില്ല, കൊഴുപ്പില്ല. ചേച്ചിക്ക് കൃഷിയുണ്ടോ ഇവിടെ? കൃഷിയൊക്കെ ഉണ്ട്. ആണോ? എല്ലാ കൃഷിയും. ഈ ഇതുണ്ടോ നമ്മുടെ റബ്ബർ ഈ അടുത്താലല്ല വെട്ടിക്കളഞ്ഞ. ആണോ? എന്തോത്രം വരുന്നു? റബ്ബറാ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 10-25 ഷീറ്റ് കിട്ടിക്കാണ്. ആണല്ലേ. അപ്പൊ ഇവിടെ റബ്ബർ പിടിക്കുമല്ലേ? പിടിക്കുമായിട്ടാണല്ലോ നമ്മൾ വെട്ടുന്നത്. അല്ല, നമ്മുടെ വൈക്കം പ്രദേശത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ റബ്ബർ ഇല്ല. ശരി. ഇത് ആരെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചങ്ങോട്ട് ശീലമായതാണോ? പണ്ട് മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലേ. എവിടുന്ന? കിഴക്കുന്ന? എന്റെ നാട് കിഴക്ക. എവിടെ? ശരി. വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല ഇതുവരെ വഴിയായിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ഭാഗമേ ഉള്ളൂ, താറുങ്ങ് വരെ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഈ കൃഷിയുടെ ഇതിന് വേണ്ടിയിട്ട് തന്നെ വണ്ട് ഇങ്ങനെ കൊണ്ട് കട്ട തോട്ടിൽ നിന്ന് തന്നെ കട്ട കയറ്റി ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുവാണ്. അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നടക്കാം. എങ്കിലും വൈക്കൊന്നും കയറി പോകത്തില്ല. എത്ര വീടുണ്ടാ ചേച്ചിയുടെ വീടിന് ചുറ്റിനായിട്ട്? അത് ചുറ്റിന് ഞങ്ങളാ താമസിക്കുന്ന അവിടെ പിന്നെ 8 വീടുണ്ട്. 8 വീടുണ്ട്. അപ്പോൾ ഈ 8 വീടിന് വഴിയില്ല. വഴിയില്ല. പിന്നെ ഈ തോട് തന്നെ ഇങ്ങനെ വളഞ്ഞു കിടക്കണം. അവിടെയൊക്കെ എടുത്ത് ആ കാണുന്നില്ല തൈയുടെ അവിടെയൊക്കെ, അത് അങ്ങനെ അങ്ങോട്ട് അവിടെയൊക്കെ താമസക്കാരുണ്ട്. ഇതുപോലെ ചുറ്റിനും താമസക്കാരുണ്ട്. വഴിയില്ലെന്നുള്ളേ ഉള്ളൂ. നിങ്ങളുടെ പ്രദേശത്തിന്റെ പേരാണ് CK ബ്ലോക്ക് അല്ലേ? അതെ. ചേന്തുരുത്ത് CKN കളപ്പുരയ്ക്ക് അല്ലേ? ചേന്തുരുത്ത് എന്നാണ് പറയുന്നത്. ഞങ്ങൾ സാധാ പറയുമ്പോൾ ചേന്തുരുത്ത് കിഴക്കേറ്റം എന്ന് വെച്ചാൽ പാടശേഖരല്ലേ കിഴക്കേറ്റം. ഇത് 2 ബ്ലോക്കാ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബണ്ടുണ്ട്. 2ആയിട്ട് തിരിച്ചിരിക്കും. ചേച്ചിയുടെ പ്രശ്നങ്ങൾ പറയായിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള വഴി ഇതുവരെ ആയിട്ടില്ല. 5-8 വീടുണ്ട്, പക്ഷെ വഴി ഇതുവരെ ആയിട്ടില്ല. ചേറുകൊണ്ടൊക്കെ ബണ്ടുണ്ടാക്കിയിട്ടാണ് അവർ വീട്ടിലേക്ക് പോകണമെന്ന്. ഇവിടെ താറാവ് കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പം ഒരു 6-7 വർഷത്തോളം. ആണോ? മെച്ചമുണ്ടോ? മെച്ചം കുഴപ്പമില്ല. നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു. അത് ശരി. എത്ര ആൺതാറാവുണ്ട് ഇതിനകത്ത്? 7. ബാക്കിയെല്ലാം പെണ്ണാണ്. അപ്പം മുട്ടയിടുമ്പം എങ്ങനെ? നമ്മൾ ആണിനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊത്തിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിക്കാനായിട്ടൊക്കെ അതെവിടെയൊക്കെ ചെയ്യും? ഈ മുട്ട എടുത്ത് നമ്മൾ കൊത്തിക്കാൻ വെക്കും, കോഴിക്ക് വെക്കും. ഇവിടെ തന്നെ വയ്ക്കും അല്ലേ? ഓക്കെ. അതിന് പ്രത്യേകം അറേഞ്ച്മെന്റ് ആവശ്യമുണ്ടോ? ഇല്ല. അത് വെള്ളം വീഴാതെ നോക്കണം കൂട്ടിൽ. വെള്ളം വീഴാതെ നോക്കി ആ മുട്ട എടുത്ത് നമുക്ക് കൊത്തിക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും കോഴിയാണെങ്കിൽ 2 കോഴി മേടിച്ച് കൊരുന്ന കോഴി മേടിച്ച് കഴിഞ്ഞാൽ ഈ മുട്ട എടുത്തുകൊണ്ട് 25 വരെ ഒരു കോഴി തിരിച്ചെടുക്കാം. അത് ശരി. അപ്പം ഇത് കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും കോഴിക്ക് മനസ്സിലാവില്ല താറാവെന്ന്? കുഴപ്പമില്ല. പാവം, ഈ കോഴിനെയാണ് എല്ലാവരും പറ്റിക്കണത്. അത് കഴിയുമ്പോൾ ഒരുമാതിരി തീറ്റ തന്നെ തിന്നാൻ തുടങ്ങി കഴിയുമ്പോൾ കോഴി പറ്റും. പിന്നെ ഇവർ വേറെ സെപ്പറേറ്റ് തിന്നില്ല. അത് ശരി. എന്ത് ചെയ്യണം? ഇത് താറാവിൻ്റെ പരിപാടി മാത്രമാണോ അതോ? അല്ല, എനിക്ക് ചെത്തുണ്ടല്ലേ? ശരി. ഇവിടെ എത്ര സ്ഥലത്ത് ചെത്താൻ പോകും? ഇവിടെ 3 സ്ഥലത്ത്, അക്കരയിലും ഇക്കരയിലും പിന്നെ അപ്പുറത്തെ ബണ്ടിലുണ്ട്. ആണോ? അക്കരെ ഏതാ സ്ഥലം? വനം. അത് കൊള്ളാലോ, നല്ല പേരാണല്ലേ വനം. അതാണ് അക്കരെ അല്ലേ? ദിലീപ് എവിടെ പഠിച്ചത്? ഇവിടെ അടുത്ത സ്കൂളൊക്കെ ആണോ? ഏതാ സ്കൂൾ? പുല്ലല NSS സ്കൂൾ. ശരി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഏറ്റുമാനൂർക്ക് പോകാൻ പറ്റുമോ? ഈ കല്ലറ വഴി കംപ്ലൈന്റ്, വഴി പോകാൻ വണ്ടി പോയില്ല. ആണല്ലേ? ഇതിലൂടെ തന്നെ പോകണം. ഈ ചിറ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ കട്ട കുത്തി ഇങ്ങനെ ഇട്ടേക്കണത് അല്ലേ? ഇത് ഉറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ പൂഴില്ല.
അത് ശരി. ഞാൻ അന്ന് വരുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അന്ന് പക്ഷെ ഇത്രയും പൊക്കം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. പൊക്കം കാണും. ആണോ? ഈ പൊക്കം തന്നെയായിരുന്നു. ഒരു 1-2 വർഷത്തിനുള്ളിലാണ് വന്നേക്കണം. അന്നേരമില്ലായിരുന്നു. ആ ഇതിപ്പോ ഒരു 6 മാസത്തിനുള്ളിലായിട്ടില്ല. അത് ശരി. നെൽകൃഷി സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യണത്? സ്വന്തമായിട്ടില്ല, ഞാൻ അച്ഛനും. അപ്പം കൃഷിക്ക് മെഷീനൊക്കെ കൊണ്ടുവരുമോ? കൊയ്ത്ത് മെഷീൻ വരും. ആ ഞാറ് നടുന്നതൊക്കെ മനുഷ്യർ ആണല്ലേ? ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. എത്ര പേരെ പണിക്കാരെ കിട്ടും? ദൂരത്തു നിന്ന് കൊണ്ടുവരേണ്ടി വരുമോ? ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. നല്ല രസമുള്ള പാടങ്ങൾ. ആഹാ, ഏക്കർ കണക്കിന് കിടക്കുമോ പച്ച വിരിച്ച്. ദൂരത്തുനിന്ന് ഏതോ ഒരു അമ്പലത്തിലെ പാട്ട് കേൾക്കാം. സൂര്യൻ അസ്തമിക്കാറായി. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കേ ഇവിടെ താറാവിൻ്റെ ഒരു കൂടുണ്ട്. ആ കൂടൊന്ന് കാണാം. അപ്പോൾ ഇവിടെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ആ ആടുണ്ട്. ചേട്ടാ വരുമോ ഇങ്ങോട്ട്? ഇത് ആട്ടിൻകൂടാണ്. അടിപൊളിയായിട്ടൊരു ആട്ടിൻകൂട്. സ്റ്റെപ്പൊക്കെ കെട്ടി. ഈ ആട്ടിൻകൂട് അടിപൊളിയാണല്ലോ, സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ ഇനി വെള്ളം കയറാൻ സാധ്യത കുറവാ അല്ലേ? അത് ശരി. 18 വെള്ളത്തിന് എത്ര പൊങ്ങില്ല? ഇത്രയും പൊങ്ങി 18 വെള്ളം. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറില്ല. കയറാവോ ഇതിനകത്തോട്ട്? ഒടിഞ്ഞൊന്നും പോയില്ലല്ലോ അല്ലേ? എത്ര ആടുണ്ട്? ഇവർ ഫുൾ ടൈം ഇതിനകത്ത് തന്നെയാണോ? എൻ്റെ പേരെന്താ? അങ്ങനെ പേരൊന്നും ഇല്ലല്ലേ. പെണ്ണുങ്ങളൊക്കെ നോക്കണമെങ്കിൽ പല പേരായിരിക്കും അല്ലേ? ഇതെന്താ പക്ഷിയാ? ലവ് ബേർഡ്സ്. ഒന്ന് കാണിച്ചേ. കള്ളുണ്ടോ? ആണല്ലേ? എപ്പോഴാ പോണോ? ഓ ശരി. ഇത് ഫുൾ മൂടി കെട്ടി വെച്ചേക്കാണല്ലോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓ മഞ്ഞച്ചെറി കയറി വരുമോ? ലവ് ബേർഡ്സ്. ആഹാ, എത്ര ഉണ്ട് ഇതിനകത്ത്? അതിനകത്ത് 9 ഉണ്ട്. ഇതിനകത്ത് 5 ഉണ്ട്. ഇതിനകത്ത് 9 ഉണ്ട്. ഇത് മുട്ടയിടുവോ? എത്ര മുട്ട ഇട്ട്? എത്ര കുഞ്ഞുങ്ങളുണ്ടായി? കുഞ്ഞുങ്ങൾ താഴത്തേക്ക് കുഞ്ഞുങ്ങൾ. ഇതിനകത്ത് ഫുള്ള് കുഞ്ഞുങ്ങളാണ്. 2 അവിടെ 2 കുഞ്ഞുങ്ങളുണ്ടേ. ഈ മനുഷ്യരെ കയറി വരുമ്പോൾ ഇതുങ്ങൾ ഭയങ്കര ഒച്ച വയ്ക്കുമായിരിക്കും അല്ലേ? അത് ശരി. അല്ല, ഇതിന്റെ ഇടയിൽ കൂടി മഞ്ഞച്ചെറിയ കയറോ? ഓ, ഈ പാമ്പുകൾ കയറിയല്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 6-7 പിടിച്ച് മിഴുങ്ങിക്കളഞ്ഞു പാമ്പ്. ആണല്ലേ? ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് 6-7 പിടിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ കുഞ്ഞുങ്ങളിൽ 2 ഇരിക്കുന്നത്. ഇനി അടുത്തിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞു വന്നത്. ശരി. അത് 2 തള്ളാവാടി. ബാക്കി മൊത്തം ഫുൾ അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഓ, അത് കൊള്ളാം. ഇത് ഭയങ്കര ഇഷ്ടമാണോ ഇതുങ്ങളൊക്കെ വളർത്താനായിട്ട്? കൊടുക്കാറുണ്ടോ? എത്ര രൂപയാ? വിൽക്കാനായിട്ട് ഇല്ലല്ലേ? ശരി. ഇതാണ് നിങ്ങളുടെ പാടം? രസമുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോഴേ ജീവിക്കുന്നു എന്നുള്ളൊരു ഫീല് തോന്നണത്. മറ്റുള്ളത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, കയറി കിടക്കുന്നു. അതെങ്ങനെയാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് സിറ്റിയിലേക്ക് പോകണമെന്നും സിറ്റിയിലുള്ളവർക്ക് ഗ്രാമത്തിലേക്ക് വരണമെന്നുള്ളതാണ് ആഗ്രഹം. എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കില്ലെന്നേ. കോവയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ടോ? വിൽക്കാറുണ്ടോ? അതിനകത്ത് ഉള്ളതില്ലല്ലേ? ഇവിടെ ഒന്നും കിളിപ്പിൽ അടക്കിയിരുന്നു. എല്ലാം വെള്ളം കയറുമ്പോൾ അന്നേരം പാടത്ത് വെള്ളം കയറ്റുമ്പോൾ എല്ലാം പിന്നെ നമ്മൾ തുടങ്ങും. ശരി. ഈ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ കിട്ടുമോ അതിനകത്തുനിന്ന്?
ആ ഇവിടെ ഉണ്ടല്ലോ, ഇതാ മുകളിലുണ്ടോ. ഇത് കാട്ടുകോലല്ലോ അല്ലേ? ഇത് പഴയ സൈക്കിളായിരിക്കും, ഇതുമേലായിരിക്കും ചെത്താൻ പോയിക്കൊണ്ടിരുന്നത്. ഇവര് ഉപേക്ഷിച്ചാ? നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കാരണം ഒരു സൈക്കിളിന് ഇപ്പം എന്നാ വിലയെന്നും പറയാ. കൊട്ടേക്കരുത് പോയി, സമയം അതിക്രമിച്ചു ചേട്ടാ. ഇതിന് ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഓയിലുണ്ടല്ലോ നമ്മൾ ബൈക്കിനൊക്കെ ഒഴിക്കുന്ന ഓയിൽ, ആ ഓയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഇതുമേൽ തുടച്ച ഒരു ബ്രഷ് വെച്ചിട്ട് തുടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാണല്ലോ, പിന്നെ നമുക്ക് തോന്നുമ്പം നമുക്ക് ആ ഒരു ടൈം തോന്നും ഇവനെടുത്ത് സെറ്റ് ആക്കണം എന്നുള്ള. ആ സമയമാകുമ്പോൾ എടുക്കുക, നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, നന്നാക്കുക. ദിലീപിൻ്റെ വീടാണല്ലേ? ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒരു നില കൂടി കെട്ടാം അല്ലേ? ആ, ഇവിടെ വിള്ളലുണ്ടാവും അല്ലേ? ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ വീടിന് തൊട്ടടുത്തൊരു പുഴയും പാടവും ഒക്കെ. വേറൊരു ഗുണമുള്ളതെന്ന് മീൻ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട, പിന്നെ അരി നമ്മള് നെല്ല് കുത്തുന്ന അരി തന്നെ എടുക്കല്ലോ. വിൽക്കാനുള്ള അരി ഉണ്ടോ അതിനകത്ത്? ആ, നെല്ലുണ്ട്. ഉണ്ടല്ലേ? എത്ര പറ നെല്ല് കഴിഞ്ഞ കൃഷിക്ക് 20 ക്വിന്റലോളം ഉണ്ടായിരുന്നു. ആണല്ലേ? നമുക്ക് ഒരു വർഷത്തോളം കിട്ടുമോ? ഒരു വർഷമല്ല, ഇതിപ്പം 4-ാമത്തെ മാസം ഇപ്പൊ കൊയ്ത്താ. അപ്പോൾ 6 മാസം എങ്ങനെ എൻ്റെ കണക്ക്? 4 മാസം മതി. 4 മാസം മതി. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ ജൂൺ ജൂലൈ ടൈമിലുണ്ടാവോ? അന്നേരം അടുത്ത കൃഷി നടത്തുമല്ലോ. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ എന്ത് ചെയ്യും? ആ വെള്ളത്തിൽ നമ്മളിവിടെ മോട്ടർ അടിച്ച് പറ്റിച്ചിരിക്കില്ലേ. ഓ, അപ്പം കറണ്ട് ചാർജൊക്കെ എത്ര രൂപയോ? മോട്ടറിന് കറണ്ട് നടക്കണ്ട, ഫ്രീ അത്. ഓ ശരി, ഗവൺമെൻറ്റിൽ നിന്നല്ലേ? അപ്പോൾ ഈ പുഴയിലേക്ക് ഒഴുക്കൂല്ലേ? ഒരുമാതിരി എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. വിറക് വാങ്ങിക്കണ്ട, തേങ്ങ വാങ്ങിക്കണ്ട. എത്ര തെങ്ങുണ്ട്? ഈ മാവേലൊക്കെ മാങ്ങ ഉണ്ടാറുണ്ടോ? മോണ്ടനാണോ? ബുള്ളറ്റ് നമ്മുടെ അല്ലേ? ഇവിടെ വെച്ചിട്ട് പോകണം അല്ലേ? KL 36 9922 അല്ലേ? ബ്രോ മീൻ കിട്ടിയോ വല്ലതും? ഒന്നും കിട്ടിയില്ല. കൊത്തുണ്ടോ? ഞങ്ങളത് പച്ചമലയാളത്തിൽ കൊത്തുന്നു പറയും. അല്ല എന്താണേലും അത് വലിച്ചോണ്ട് പോവല്ലേ? അവിടെ അല്ലേ? ആ ഞാൻ പോയിട്ടുള്ളതാ. അല്ല, ഓ അവിടം വരെ ചെല്ലും അല്ലേ? ഓ, അപ്പൊ മീനുണ്ടെങ്കിൽ ചാടി കയറി പിടിക്കും. അല്ല ഇത്ര സ്പീഡ് വരുമ്പോ മീൻ കയറി ചാടി പിടിക്കുമോ? നല്ല ദൂരെ വരെ ചെല്ലും അല്ലേ? ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? എന്തൊക്കെ കിട്ടിയാണ്? നമ്മളിവിടെ വരാലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. വരാല് മറ്റേ ഇതുണ്ടോ, വാഗവരാല്? വാഗവരാല് ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ചേറാലും നാഗാണ് കിട്ടിയത്. പിടിക്കാൻ വേണ്ടി മാത്രമേ. അതൊന്ന് കാണിക്കോ ആ സാധനം? ഈ മീനെ പറ്റിക്കാനായിട്ട് പിടിച്ച് വെച്ചേക്കണ സാധനമല്ലേ? തവളയെ പോലെ ഇരിക്കും. അവൻ്റെ പേരെന്താ? അദ്വൈത്. അദ്വൈത് എത്രയല്ലേ പഠിക്കണം? 6. ഏത് സ്കൂളിലാണ്? എവിടെയത്? ഇഷ്ടമാണോ മീനെ പിടിക്കാനായിട്ട്?
മീൻ കൂട്ടാറുണ്ടോ? എന്ത് മീനാണ് കൂടുതൽ ഇഷ്ടം? എല്ലാം ഇഷ്ടം. ആ എന്നാലും ഈ തോട്ടിലെ മീനാണോ ഇഷ്ടം അതോ കടലിലെ മീനാണോ ഇഷ്ടം കായലിലെ മീനാണോ ഇഷ്ടം? തോട്ടിലാണ്. ടേസ്റ്റ് തോട്ടിലെ തന്നെയാണ് അല്ലേ? കരിമീൻ, വാഗവരാൽ, അണ്ടികള്ളി എല്ലാം കഴിയും. ഇദ്ദേഹത്തിൻ്റെ മാമൻ. വീണ്ടും താറാവ്. ഇത് മോട്ടോർ വരെയാണ്. ഈ പാടത്ത് വരുന്ന വെള്ളമൊക്കെ അടിച്ച് ഉയ്യോ ഇതാരാ? അമ്പടെ പെണ്ണേ, ആരാ ഇത്? കൊള്ളാലോ. എന്താ പേര്? എൻ്റെ ദൈവമേ. മതി. അവനെ കെട്ടിയിട്ടേക്കുക. മോട്ടോർ വരെയാണിത്. മോട്ടോർ വരെ ഒന്ന് കാണാം. ഈ വയലിലെ വെള്ളമൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ കൂടുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ പാടത്തോട്ട് അടിച്ച് വെള്ളം കളയുന്ന മോട്ടോർ വരാൻ. ചേട്ടാ പേരെന്താ ചേട്ടാ? രാജേന്ദ്രൻ. ചേട്ടനാണോ ഇത് മോട്ടോർ വരല്ലേ? അപ്പോൾ എപ്പോഴും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ? കൃഷിയുള്ള സമയത്ത് മാത്രമല്ലേ? ആഹാ. ചേട്ടൻ ഇവിടെ ജോലിയായിട്ടാണോ? ആ, ഇത് വലിയ ബെൽറ്റൊക്കെയാണല്ലേ ഇതിൻ്റെ? ഇത് മോട്ടോർ പ്രവർത്തിക്കേണ്ട സമയമല്ല, അതുകൊണ്ട് കാണാൻ നിവൃത്തിയൊന്നുമില്ല. ചേട്ടാ ഇത് ഓണാക്കണ ടൈമൊന്നും അല്ലല്ലേ ഇത്? ആഹാ. പോയെന്ന് പറഞ്ഞാൽ നിർത്തിപ്പോയോ അതോ ഡെയിലി വരും? ആ. ഓ അത് ശരി. ചേട്ടനെയാണ് താറാവൊക്കെ? ആപ്പിൾ അല്ലേ? ഇത് എത്ര താറാവുണ്ട്? 1200 താറാവ്. ഈ പട്ടി ആരുടെ? അപ്പുറത്തൊരു ആണല്ലേ? ആഹാ. അവൻ എന്നെ കണ്ട ഉടനെ ചാടി മേത്ത് കയറി. കണ്ട ഉടനെ പുള്ളി എന്നെ ചാടി മേത്ത് കയറി ഒന്ന് സ്നേഹിച്ച്. ആ അല്ല, അപ്പൊ കാട്ടുമാക്കാൻ ഇവൻ ചെറുതല്ലേ? അവൻ എന്ത് ചെയ്യും കാട്ടുമാക്കനെ കാണുമ്പോ? അവൻ എന്ത് ചെയ്യും? പൊയ്ക്കോളൂ അല്ലേ? കാട്ടുമാക്കനെ പേടിച്ച കേട്ടോ പട്ടീനെ വളർത്തണേ. ഇവനൊന്ന് കുറച്ച് കഴിയുമ്പോൾ കാട്ടുമാക്കാൻ പൊക്കോളൂ എന്നാണ് പറയണത്. ഇത് കാക്കയും ഇതൊന്നും വരാണ്ടിരിക്കണം. എന്ത് ചേട്ടാ? ആ, കാക്ക വരാതിരിക്കാനായിട്ട് ചത്ത കാക്കേനെ കെട്ടിത്തൂക്കിട്ടേക്കുക. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാവ് അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുക. ഒറ്റപ്പെട്ട വീടുകൾ. റബ്ബർ. ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരമുണ്ട്. നല്ല രസമാണ്, പക്ഷെ പോകാനുള്ള സമയമില്ല. സൂര്യൻ അങ്ങ് അസ്തമിച്ചു തുടങ്ങി. ഇനി ഒരിക്കൽ വീണ്ടും നമുക്ക് വരാം ഇവിടെയൊക്കെ. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. നല്ല ശുദ്ധമായ വായു ശ്വസിക്കാം. ചേറ് കുത്തി വഴിയാക്കാനുള്ള പരിപാടിയാണ്. ഒരു താറാവ്, അവൻ ദേശാടനമൊക്കെ കഴിഞ്ഞ് വരുക. പുള്ളി ഇവന്മാരുടെ കൂടെ വന്നില്ല. പുള്ളി ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അവസാനം കരഞ്ഞോടി വരുക. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ ഒരുത്തൻ. വാടാ, കയറി വാ. കയറി വരാൻ പുള്ളിക്കൊരു പേടി. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. പോര്.
കയറി വന്നു കേട്ടോ. ഓ, ഒറ്റപ്പെട്ടു പോയി പുള്ളി. പുള്ളി എന്താ ഇവരുടെ കൂടെ ഒന്ന് വിട്ടുപോയാ? ഇനിയും വരാനുണ്ടോ? അതാരൊക്കെ? എത്ര പേരുണ്ട് ഇനി വരാനായിട്ട്? അതെങ്ങനെയാ ഇത് വിട്ടു പോണത്? തപ്പി നടക്കണാണോ? അല്ല, ഇവരുമായിട്ട് ഒന്നിച്ചല്ലേ പോണത്? ഈ വള്ളം ചേട്ടൻ്റെ ആണോ? താറാവിനെ കൊണ്ടു നടക്കാനായിട്ടുള്ളത് അല്ലേ? ചാലപ്പറമ്പ്. ഇവൻ്റെ പേരെന്താ? ജിത്തു. ജിത്തു ആണോ പെണ്ണോ? എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതിനെ? ഇത് ഈ പിള്ളേർ മിൽമായി പോയപ്പോഴത്തേന് തൃപ്പൂണിത്തറ. ഓ, അവിടെ നിന്ന് കൊണ്ടുവന്നാണോ? ഭാഗ്യവാനാ. അവനിവിടെ നാട്ടിലെ കാറ്റൊക്കെ കൊണ്ട് സുവിച്ച് വളരാം. ഒന്ന് ഓടി നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അന്നേ. ഇവരെ ഫുൾ ടൈം ഇവിടെ കെട്ടിയിടുക? ഒരു ഐശ്വര്യം ഉണ്ട് അവൻ്റെ മുഖം കാണാൻ. അവൻ്റെ മുഖം കാണാൻ ഒരു ഐശ്വര്യം ഉണ്ട്. സ്നേഹം എല്ലാ പട്ടികൾക്കുണ്ടല്ലോ. ആ, അതേ കൈയൊക്കെ തന്നല്ലോ. അത് പോവാണല്ലോ മറ്റേ താറാവ് വീണ്ടും. മറ്റേ താറാവ് വീണ്ടും പോവാണ്. അതോ ഇത് വേറെയാണോ? ശരി. ചേട്ടന് കൃഷിയുണ്ടോ അപ്പം? ഞങ്ങൾക്ക് നിലമുണ്ട്. ഞങ്ങൾക്ക് ആഹാ. ഞങ്ങളുടെ അച്ഛനൊക്കെ ഇതിൻ്റെ കാവക്കാരായിരുന്നു. ആഹാ. അപ്പം മുതലാളിമാർ തന്ന നിലമുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ മേടിച്ചൊക്കെ. അത് ശരി. മുതലാളിമാർ എത്ര സെൻറ്റ് സ്ഥലം തന്നു? അവർ 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലം തന്നു. 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലം. ഒരു താറാവിടെ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. അവനെ പിടിക്കാൻ പോവാം. അവനെ കിട്ടി. പുള്ളി തിരിച്ചു കൊണ്ടുവരിക. സ്പീഡ് ലാഞ്ചി എന്താ പറയുന്നത്? വൈക്കത്തിൻ്റെ ഭംഗികളാണ് ഇതൊക്കെ. ചേട്ടാ നല്ല രസമല്ലേ ഈ വള്ളമൊക്കെ പോകുന്നതാണ്? രാവിലെ ഉണ്ടല്ലോ, രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഈ ആമ്പൽ മൊത്തം അങ്ങ് വിടരും. ആഹാ. വൈകുന്നേരം ആകുമ്പോൾ അത് ശരി. വൈകുന്നേരം ആകുമ്പോൾ ഈ ആമ്പൽ കൂമ്പോ ഇങ്ങനെ അടയൂല്ലേ? രാവിലെ നല്ല രസമാണ്. ഷൂട്ടിങ് പിടിക്കാൻ സിനിമയ്ക്ക് പിടിക്കാൻ രസമില്ല. രാവിലെ വന്ന് നോക്ക്. 7 ആകുമ്പോൾ വിടും. അവിടെ കിടന്നാ ഞാൻ കണ്ടോ? അത് അവന് വഴി തെറ്റിപ്പോയാ? ഇതൊക്കെയൊന്നുമല്ല, തോന്നണില്ല ഇതൊന്നും.
ഇതൊക്കെയാണ് വൈക്കത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി ഒരുപാട് വൈക്കത്തെക്കുറിച്ച് കാണാനുള്ളതുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് വൈക്കത്ത്. ഇതുപോലെ വിജനമായിട്ടുള്ള പാടങ്ങൾ, നെൽകൃഷികളുള്ള സ്ഥലം, കൂടുതലും പാടങ്ങളാണ് കാണാനുള്ളത്. ഇതുപോലെ വേനൽക്കാല സമയമാകുമ്പോഴത്തേക്കും ഒരു 4-4:30 ആകുമ്പോൾ ഇറങ്ങുവാണെങ്കിൽ 1 രൂപ കാശ് പോലും കളയാണ്ട് ഇത്രയും മനോഹരമായ സ്ഥലത്ത്, പല സ്ഥലങ്ങളിൽ ഇതൊക്കെ കാശ് കൊടുത്ത് വേണം നമുക്ക് കയറി കാണാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരോടും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ചെല്ലുക, കുറേ സമയം ഇതുപോലെ പാടത്തിൻ്റെ ഇറമ്പിലൊക്കെ ഇരിക്കുക. അങ്ങ് സൂര്യൻ അതാ അവിടെ ഇതങ്ങ് അറ്റത്ത് അങ്ങനെ ചുമന്ന് ഒരു കനൽ പോലെ സൂര്യൻ നിൽക്കുന്നു. ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീട്ടിൽ പോവാം. മീൻ കിട്ടിയോ വല്ലതും? ലാവന്മാർക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടാ. പാവങ്ങൾ കുറേ മണിക്കൂറായി ഈ 10-15 രൂപ വിലയുള്ള മീൻ ചൂണ്ടയായിട്ട് വന്ന് ഈ ഏറെറിയണം. ഇവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാം. 10 മിനിറ്റുള്ളിൽ പടപടാന്ന് പറഞ്ഞ് അണ്ടികളിയും വാഗവരാലിനൊക്കെ പിടിച്ചിട്ട് കൊടുക്കണം. ചേട്ടാ, അപ്പോൾ എന്താ പരിപാടി? ഇനി ചെത്താൻ പോവാണ്. ഇതൊക്കെയാണ് പാത്രം അല്ലേ കാണിച്ചത്? ഇതിനകത്ത് എത്ര ലിറ്റർ കള്ള് കൊള്ളും? 5. ഉണ്ടല്ലോ കള്ള് 5 ലിറ്റർ. നമുക്കിടയ്ക്കൊന്ന് തരുമോ? ഇല്ലല്ലേ. ഓക്കെ. എത്ര ദൂരം പോകണം ഇനി ചെത്താൻ? എത്ര തെങ്ങുണ്ട് ഇനി ചെത്താൻ? ഇനി 9 ഇതിനല്ലേ അന്തിച്ചെത്തെന്ന് പറയണേ? അത് ശരി. ഓക്കെ, പോയിട്ട് വാ.